നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതെവിടത്തെ ന്യായോ? ഇപ്പൊ എന്നെ ചോദ്യം ചെയ്ത ഏതെങ്കിലും ഒരാൾക്ക് അതിന് മറുപടി പറയാനുണ്ടോ? ഉണ്ടാന്ന്. ഞാൻ നിങ്ങളെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ചതില്, ഈ കുടുംബം കുളം തോണ്ടണമെന്ന് ആഗ്രഹിച്ചതില് എന്താ തെറ്റ്? ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ജീവിതത്തിലെ സകല ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നശിച്ചു പോയ ഞാൻ നിങ്ങളൊക്കെ സുഖിച്ച് ജീവിക്കുന്നത് കണ്ടുകൊണ്ട് നിക്കണോന്നോ? വിശ്വനാഥന്റെ മകൾ മിത്ര അത് പഠിച്ചിട്ടില്ല. ഒരടി കിട്ടിയ അടിച്ചവന്റെ കൈ അനങ്ങാതാവുന്നത് വരെ തിരിച്ചടിക്കാനാ ഞാൻ ശീലിച്ചിട്ടുള്ളത്. ഈ നിൽക്കുന്ന കനകയെ തെളിവടക്കം പിടിച്ചതുകൊണ്ടോ, ഇത്രയൊക്കെ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചതുകൊണ്ടോ നിങ്ങളിൽ ആരെങ്കിലും വീരന്മാരായിന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശരിയാണ്, നിന്റെ ബർത്ത്ഡേ ദിവസം നിന്റെ കാമുകനെ ഞാൻ നിന്റെ മുറിയിലേക്ക് അയച്ചു. പക്ഷേ നിന്നോട് അവന് മുറി തുറന്നു കൊടുക്കാൻ ഞാൻ പറഞ്ഞോ? ആളുകൾ അന്വേഷിച്ചു വരുമ്പോ അവനെ ബാത്റൂമിൽ ഒളിപ്പിക്കാൻ ഞാൻ പറഞ്ഞോ? നീ എന്താ പറഞ്ഞത്? മനം മയക്കുന്ന വാഗ്ദാനങ്ങളുമായിട്ട് നിന്നെ ഒരാള് വിളിച്ചു. വിളിപ്പിച്ചത് എന്റെ മിടുക്കാടി. പക്ഷെ അത് കേട്ടപ്പോഴേ സ്വന്തം കുടുംബത്തിനെ ലാഭത്തിന് വേണ്ടി ചതിക്കാൻ തോന്നിയത് നിനക്കല്ലടി. അതില് മിത്രക്ക് എന്താടി പങ്ക്? നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നത് സൂര്യയെ ഇപ്പോഴും എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ. അപ്പോ നിങ്ങളത് നടക്കില്ലെന്ന് എന്നോട് പറഞ്ഞോ? എന്റെ ആഗ്രഹം തെറ്റാണെന്ന് പറഞ്ഞ് എന്നെ തിരുത്തിയോ? ഇല്ലല്ലോ. പകരം എന്താ പറഞ്ഞത്? ഏതെങ്കിലും വിധത്തിൽ നന്ദിനിയെ ഇല്ലാതാക്കിയിട്ടായാലും എന്റെ സൂര്യ നിന്നെ വിവാഹം കഴിക്കും എന്നല്ലേ? എന്നിട്ടാ നിങ്ങളിപ്പോ അമ്മയുടെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞ് എനിക്ക് ക്ലാസ് എടുത്തു തരുന്നോ? ഇതൊന്നും കേട്ട് നിൽക്കാൻ എനിക്ക് മനസ്സില്ല. എന്നാ എല്ലാവരും കേട്ടോ, ഇപ്പൊ ഞാനിവിടുന്ന് ഇറങ്ങുന്നു. എല്ലാം അവസാനിപ്പിച്ചിട്ടല്ല, എന്റെ മനസ്സിലുള്ള പ്രതികാരം ഒന്നുകൂടി ഉരച്ച് മിനുക്കിയിട്ട്. കാലം എത്ര കഴിഞ്ഞാലും മിത്രയുടെ പക നിങ്ങൾ അനുഭവിക്കും. ഈ കുടുംബത്തിലെ ഓരോരുത്തരെയും ഞാൻ വേട്ടയാടൂന്ന് പറഞ്ഞ ഞാൻ വേട്ടയാടിയിരിക്കും. ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ഇല്ലാതാക്കിയിരിക്കും. വിശ്വനാഥന്റെ മകൾ മിത്രയാ പറയുന്നേ. എഴുതി വെച്ചോ നിങ്ങള്. കനകേ വാ. ഹലോ, നിനക്കിറങ്ങാം. പക്ഷെ ഇവളെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. മിത്ര മാഡം, എന്നെയും കൂടെ കൊണ്ടുപോകും മാഡം. നിന്റെ
പ്രകടനമൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പക്ഷേ ഈ കുടുംബത്തിന്റെ അടിവേര് മാന്താന്നുള്ള നിന്റെ മോഹം ഉണ്ടല്ലോ, അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. ഈ കുടുംബത്തിനകത്തുള്ള ഒരെണ്ണത്തിനെ പോലും നീ തൊടില്ല. പിന്നെ ഞാനും എന്റെ അമ്മയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷേ പുറത്തു നിന്നൊരാള് എന്റെ അമ്മയ്ക്ക് നേരെ കൈ ഓങ്ങിയാലേ ആ അമ്മയെ സംരക്ഷിക്കാൻ ഈ സൂര്യക്കറിയാം. മൈൻഡ് ഇറ്റ്. പോടി. ഇത്രയും നാള് നിങ്ങൾക്ക് മുമ്പിൽ സംഭവിച്ചതിനൊക്കെ ഉത്തരവാദി ഒരേ ഒരാളായിരുന്നു, നന്ദിനി. അവളെ നിങ്ങൾ കുറ്റപ്പെടുത്തിയത്. അവളെ നിങ്ങൾ ഒറ്റപ്പെടുത്തിയത്. അവളെയാണ് നിങ്ങൾ കൂട്ടം ചേർത്ത് കൊല്ലാൻ നോക്കിയത്. ഇപ്പോ സത്യങ്ങൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ആർക്കെങ്കിലും മനസ്സിന് മാന്യതയുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിന് നന്ദിനിയോട് മാപ്പ് പറയണമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോന്ന്? പറയില്ല നിങ്ങള്. കാരണം ജോലിക്കാരൻ സുദേവന്റെ മകളോട് നിങ്ങൾ മാപ്പ് പറഞ്ഞാല് അവിടെ നിങ്ങളുടെ അഭിമാനം പൊട്ടി ഒലിച്ചില്ലാതാവുമല്ലോ. കനകേ, പോലീസുകാർ വന്നിട്ടുണ്ട്. നിനക്കേ അവരോട് പോവാം. നിന്നെയും നിന്റെ മേഡത്തിനെ എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കും. വേണ്ട സർ, എന്നെ പോലീസിന് പിടിച്ചു കൊടുക്കല്ലേ സർ.